ഓണം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷം. കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മലയാളികൾ ഈ ആഘോഷം കൊണ്ടാടുന്നത്. വളരെ സഹോദരത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാം നിറഞ്ഞ ഓണത്തിന് എല്ലാ ജനങ്ങളും ജാതി മത വേഷഭേദമന്യേ ഒന്നിച്ച് ഒരേപോലെ ഒരേ വികാരത്തോടെ ആഘോഷിക്കുന്ന ആഘോഷമാണ് ഓണം. മലയാളം കലണ്ടറിലെ ചിങ്ങമാസം അത്തം മുതൽ 10 ദിവസം തുടങ്ങുന്നതാണ് ഓണാഘോഷങ്ങളുടെ പരിപാടികൾ. അത്തച്ചമയങ്ങൾ മുതൽ പല പല ആഘോഷങ്ങൾ, പാട്ടുകൾ, ഡാൻസുകൾ എല്ലാം കൊണ്ടും സമൃദ്ധമാണ് ഓണക്കാലം. അത്തത്തിന് പൂക്കളം ഇട്ട് തുടങ്ങിയാൽ തിരുവോണനാളിൽ ഏറ്റവും പാരമ്യത്തിലെത്തും പൂക്കളത്തിൻ്റെ രീതികളും ഡിസൈനുകളും. വളരെ മനോഹരമായ പൂക്കളങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും ഇത് പലയിടത്തായിട്ട്. എല്ലാ വീടുകളിലും പൂക്കളം ഇടുന്നതാണ്. വളരെ മനോഹരമായ രീതി തന്നെ, ഏറ്റവും നല്ല രീതി തന്നെ അവർ ചെയ്യുന്നതാണ്. കാണം വിറ്റും ഓണമുണ്ണം എന്നാണ് ഒരു മലയാളികളുടെ രീതി. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എന്തൊക്കെ വിറ്റിട്ടായാലും ഓണാഘോഷം ആഘോഷിക്കണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല ഡ്രസ്സ് ഇടണം. ഇതൊക്കെയാണ് ഒരു ജനറലായിട്ടുള്ള ഒരു മലയാളികളുടെ വികാരം. ഓണക്കാലത്ത് പുതിയ ഡ്രസ്സുകൾ എടുക്കും, പുതിയ സാധനങ്ങൾ വാങ്ങും. അങ്ങനെ പലവിധ കാര്യങ്ങളുമുണ്ട്. ഒരു കാലത്തിൽ പറഞ്ഞ ഓണക്കാലം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. പണ്ട് മഹാബലി നാട് പണിത കാലത്തും മരണമില്ലാത്ത കാലമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭൂമിഭാരം തീർക്കാൻ ഭയങ്കര ഭാരമായിട്ട് ഭൂമി ദേവി പറഞ്ഞു, വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് ഭൂമി താങ്ങാൻ വയ്യ, എനിക്ക് മരണം ജനങ്ങളെ കൊണ്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഇതിനൊരു പരിഹാരം ഉണ്ടാവും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാമന അവതാരം എടുത്ത് കേരളത്തിൽ വന്നു. ഒരു പാവപ്പെട്ട ബ്രാഹ്മണ ബാലനായി മഹാബലി തമ്പുരാന്റെ അടുത്ത് പോയി ഭിക്ഷയാചിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് എന്ത് വേണം? വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി. 3 അടി മണ്ണോ? എടുത്തോളൂ, എന്തുകൊണ്ട് എടുത്തോളൂ. ഇത് പറഞ്ഞ് മഹാബലി നിന്നു കൊടുത്തു. പക്ഷേ ഇത് കൊടുത്തതും വാമനൻ പെട്ടെന്ന് തന്നെ വളരെ വലുതായി. ആദ്യത്തെ അടിക്ക് ഭൂമിയെ എടുത്തു, 2ാമത്തെ അടിക്ക് ബാക്കി 7 ലോകങ്ങളും കീഴടക്കി. 3ാമത്തെ അടി വെക്കാൻ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു മഹാബലിയോട്. അപ്പോൾ ദാനശീല മഹാബലി കുമ്പിട്ട് സ്വന്തം തല കാണിച്ചു കൊടുത്തു, താങ്കളുടെ 3ാമത്തെ അടി എൻ്റെ തല ശിരസിൽ വെച്ചുകൊള്ളൂ. അങ്ങനെ വാമനൻ മഹാബലി അങ്ങനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിവിട്ടു എന്നാണ് ഐതിഹ്യം. പക്ഷേ പോകുന്നതിന് മുമ്പ് മഹാബലി ഒരു വരം ചോദിച്ചു വാമനനോട്. അതായത് അദ്ദേഹത്തിൻ്റെ പരമ ദൈവമായ വിഷ്ണുവിനോട്, എൻ്റെ പ്രജകൾക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ എല്ലാ വർഷവും എനിക്ക് അവരെ കാണണം. അത് കണ്ട് മനസ്സലിഞ്ഞ് വിഷ്ണു പറഞ്ഞു, താങ്കൾക്ക് എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തിരുവോണനാളിൽ കേരളത്തിൽ സന്ദർശിക്കാനുള്ള അനുവാദം ഞാൻ തരികയാണ്. അങ്ങനെ എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തിരുവോണനാളിൽ മഹാബലി കേരളത്തിലെ എല്ലാ പ്രജകളെയും സന്ദർശിക്കുമെന്നാണ് ഐതിഹ്യം. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് കേരളീയർ ഇത്ര മനോഹരമായിട്ട് ഓണം കൊണ്ടാടുന്നത്. ഓണ ദിവസങ്ങളിൽ നമ്മളുടെ ഇവിടെ നടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആചാരമാണ് പൂക്കളം ഇടുക എന്നുള്ളത്. അത് നമ്മുടെ പണ്ട് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങനെ പാടത്തും തൊടിയിലും ഒക്കെ പോയി നടന്ന് ഫ്രഷ് ഫ്ലവേഴ്സ് പറിച്ച് കൊണ്ടുവന്ന് ചാണകം മെഴുകി അതിന് മേളിൽ പൂക്കളം ഇടുന്നു. നമ്മൾ പൂക്കളം ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഹാബലി കാണാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല സുഗന്ധമുള്ള പൂക്കളും നല്ല കാണാൻ ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് പൂക്കളിടുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നമ്മൾ പൂക്കളം ഇടുന്നതിൽ ഉണ്ട്. അപ്പം അങ്ങനെ പൂക്കളമൊക്കെ ഇടുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹം നാടൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പൂക്കളമൊക്കെ ഇടുമ്പോൾ അദ്ദേഹം തന്നെ ഓർക്കും, പണ്ട് താൻ ഭരിച്ചിരുന്ന ഒരു നാട് ഇപ്പോഴും ആ ഒരു പ്രോസ്പെരിറ്റി കൊണ്ടൊക്കെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ട് ആള് തിരിച്ചു പോവാന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട് ഇതിന്. ആഘോഷിക്കുന്നത് നമ്മളൊരു 10 ദിവസമായിട്ടാണ്. അത്തം തുടങ്ങി തിരുവോണം വരെയാണ് നമ്മൾ ആഘോഷിക്കുക. അങ്ങനെ 10 ദിവസം
അപ്പോൾ ഈ ഒരു സീസണിലായിരിക്കും നമ്മുടെ ഫ്ലവേഴ്സ് കൂടുതൽ ബ്ലോസം ചെയ്യുന്നതും അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ റൈപ്പ് ചെയ്യുന്നതും എന്നൊക്കെ ഒരു വിശ്വാസം കൂടെയുണ്ട്. അപ്പോൾ മലയാളികളുടെ മനസ്സിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശരിക്കും പറഞ്ഞ ഒരു ഉത്സവം തന്നെയാണ്. നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് 10 പടിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിൽ ഓരോ പടിയും നമ്മൾ ഓരോ ഹിന്ദു ദൈവങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. അതിൽ 1-ാം പടി ഗണപതി ഭഗവാനെ, 2-ാം പടി ശിവനും പാർവതി, 3-ാം പടി എന്ന് ഉദ്ദേശിക്കുന്നത് ശിവയാണ്, 4-ാമത്തെ എന്ന് പറയുന്നത് ബ്രഹ്മാവ്, അതുപോലെ 5-ാമത്തെ പഞ്ചഭൂതങ്ങൾ, 6-ാം പടി എന്ന് പറയുന്നത് മുരുക ഭഗവാനെ, 7-ാം പടി എന്ന് പറയുന്നത് ഗുരു, 8-ാമത്തെ പടി എന്ന് പറയുന്നത് അഷ്ടദിഗ്ബാലകരെയും, 9-ാം പടി ഇന്ദ്രഭഗവാനെയും, 10-ാമത്തെ പടി ലോർഡ് വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ ആദ്യം ഓടിയെത്തുന്നത് ഓണസദ്യ തന്നെയാണ്. ഓണസദ്യയിൽ കായ വറുത്തത്, ഇത് ശർക്കര വരട്ടി, പുളിയിഞ്ചി, നാരങ്ങ അച്ചാർ, ഓലൻ, ക്യാബേജ് തോരൻ, അവിയല്, കൂട്ടുകറി, കാളൻ, മോര്, രസം, സാമ്പാർ, പപ്പടം, പായസം, ചോറ്. എല്ലാവരും ചേർന്ന് വാഴയിലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് ഓണത്തിന് ചെയ്തു വരാറുള്ള രീതി. നമ്മുടെ ഓണത്തിന് ആരും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഐതിഹ്യത്തിൽ വരുന്നൊരു കഥയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു ഭട്ടോതിരി, വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭട്ടോതിരി അദ്ദേഹത്തിന് ഭക്ഷണ സാധനങ്ങളുമായി ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ വഞ്ചിയിൽ ഫുള്ള് നിറയെ ഭക്ഷണ സാധനങ്ങളായിരുന്നു. ഇദ്ദേഹം ഒരു പുഴയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അക്കരെ പോകുന്നെങ്കിൽ ഒരു ചെറിയൊരു പുഴയിലൂടെ ആളുകൾ സഞ്ചരിക്കേണ്ടി വന്നു. ഇതിന്റെ 2 ഭാഗങ്ങളുമായി വീടുകൾ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ വഞ്ചിയിൽ കുറെ ഭക്ഷണ സാധനം ഉള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിന് അതിലൂടെ കടന്നു പോകാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാഴ്ച കാണുന്നത്. ഒരു ചെറിയ വീട്. ആ വീടിന്റെ ജനലിലൂടെ അദ്ദേഹത്തിന് ചെറിയൊരു കുട്ടിയെയും അതേപോലെ തന്നെ ഒരു അമ്മയെയും കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി അവർ വളരെയധികം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവരുടെ നിരാധന അവസ്ഥ കണ്ട് അവർക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം അവർക്ക് ദാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വഞ്ചി ആ ചെറിയ പുഴയിലൂടെ അപ്പുറത്തേക്ക് കടന്നുപോയി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ഐതിഹ്യത്തിന്റെ ഭാഗമായി ആരും ഓണസമയത്ത് വിശന്നിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഓണത്തിനും അവരുടേതായ രീതിയിൽ അവരെ സഹായിച്ച് ഓരോരുത്തർക്കും ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഓണം. 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 ഹാപ്പി